പാർലമെന്റിൽ നടക്കുന്ന ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് BSPയുടെ മായാവതി ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും SP-ക്കും എന്ത് ധൈര്യമുണ്ട് സംവരണത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും സംസാരിക്കാൻ എന്നാണ് ഇപ്പോൾ മായാവതി അവരോട് ചോദിച്ചിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെയും BSPയുടെ മായാവതി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോഴെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഒന്ന് ഞെട്ടിയതുമാണ്. എന്നാൽ ഇപ്പോൾ ഇതാ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മായാവതി പറയുന്നത് UPA കാലത്ത് കോൺഗ്രസിന്റെ ഭരണത്തിൽ UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് SC/ST വിഭാഗങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകുന്ന നിയമനിർമ്മാണത്തെ എതിർത്തത് ആരാണ് എന്നാണ് മായാവതി ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് അല്ലെങ്കിൽ അവകാശമാണ് ഇപ്പോൾ പാർലമെന്റിൽ ഈ സംവരണത്തെക്കുറിച്ചും ദളിത് വിഭാഗങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും സംസാരിക്കാൻ എന്നും പറയുന്നത്? പോരാത്തതിന് നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകളിച്ചാണ് ഇവിടെയുള്ള SC/ST ദളിത് വിഭാഗങ്ങളുടെ സംവരണത്തെക്കുറിച്ചും അങ്ങനെയുള്ള ബില്ലുകളെല്ലാം തടഞ്ഞു വെക്കുന്നത് എന്നും മായാവതി പത്രസമ്മേളനത്തിൽ പറയുകയാണ്. പോരാത്തതിന് ഈ പത്രസമ്മേളനത്തിൽ മായാവതി പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. BJPയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ നീക്കത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സംയുക്തമായി എതിർക്കുമ്പോൾ ഇപ്പോൾ ഇതാ BSPയുടെ മായാവതി അതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് BSP പറയുന്നത്. പോരാത്തതിന് അത് ചെലവ് കുറയ്ക്കുമെന്നും പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ സംവിധാനം ഉറപ്പാക്കുമെന്നും മറ്റ് പാർട്ടികളെല്ലാം തന്നെ ഈ നടപടി പിന്തുണയ്ക്കണം എന്നുമാണ് മായാവതി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. SC/ST OBC സംവരണം ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്നും മായാവതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദളിത് OBC വോട്ടർമാരെ ആകർഷിക്കാൻ ഇപ്പോൾ കോൺഗ്രസും SP-യും നടത്തുന്നത് പൊറാട്ട് നാടകമാണെന്നാണ് മായാവതി പറയുന്നത്. അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ സഭയിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ ഉന്നയിച്ച് ദയവ് ചെയ്ത് ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കില്ലെന്നും നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആ വായ ഒന്ന് മൂടി മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നും മായാവതി പരിഹസിക്കുന്നു. കാരണം നിങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ സത്യത്തിന്റെ ഒരു കണിക പോലും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നും മായാവതി പറയുന്നു. ഈ രണ്ട് പാർട്ടികളും, അതായത് കോൺഗ്രസും SP-യും ഈ വിഷയത്തിൽ മൗനം പാലിച്ചാൽ ഈ രാജ്യം രക്ഷപ്പെടും. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഈ ബിൽ, അതായത് SC/ST പ്രൊമോഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SC/ST വിഭാഗങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകുന്ന ഈ ബില്ല് ശക്തമായി അപ്പോഴും എതിർക്കപ്പെട്ടിരുന്നു. ഈ ബില്ല് പാർലമെന്റിൽ വലിച്ചെറിഞ്ഞു നിങ്ങൾ. ആ പാർലമെന്റിന്റെ തളത്തിൽ ഇപ്പോഴും ആ ബില്ല് കിടപ്പുണ്ട് എന്നാണ് മായാവതി പറഞ്ഞിരിക്കുന്നത്. മായാവതി രാഹുൽ ഗാന്ധി അടക്കം നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. BJPയെക്കുറിച്ചും മായാവതി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന BJP ആ പദ്ധതിയെ മായാവതി വലിയ രീതിയിൽ പിന്തുണച്ചിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ അമ്പരപ്പിലുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.